ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ 5ാം വാർഷികാഘോഷം കേന്ദ്ര ആയുഷ് മന്ത്രി ജാദവ് പ്രതാപ് റാവു ഗണപത് റാവു ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 28-ാം തീയതി താജ് വിവാന്തിയിലാണ് ആർണിക്ക 200 അറേന സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഹോമിയോപ്പതി സ്നേഹികളുടെയും ഡോക്ടർമാരുടെയും സംഘടനയാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. 70 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കൂട്ടായ്മയാണ് IFPH. ഇന്റർനാഷണൽ ഫോറം ഫോർ ഹോമിയോപ്പതി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഹോമിയോപ്പതി, ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇദ്ദേഹം അതിൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട് ഫ്രം ഫിലിപ്പൈൻസ്. ഇത് മലയാളിയാണെങ്കിൽ ഫിലിപ്പൈൻസിലാണ് ഇത് ചെയ്യുന്നത്. ഇത് ഡോക്ടർ രമാദേവി അമ്പാടി ഫ്രം പറവൂർ, ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റികളാണ്. ഞാൻ ഡോക്ടർ സലീം കുമാർ, ഞാൻ ഫ്രം വൈറ്റില, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ. ഞങ്ങളുടെ ഒരു 5ാം വാർഷികം, ഇത് കോവിഡ് കാലത്തുണ്ടായ സംഘടനയാണ്. കോവിഡ് കാലത്ത് ഹോമിയോപ്പതി മാറ്റി നിർത്തപ്പെട്ടപ്പോഴേക്കും അതിൽ വേദനിച്ച ഹോമിയോപ്പതി ലവേഴ്സിൽ നിന്നും തുടങ്ങി ഡോക്ടർമാരുമായിട്ട് കൂടിച്ചേർന്നുണ്ടായ സംഘടനയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാജി കുടിയാറ്റ്. അപ്പോൾ സലീം ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ കോവിഡ് കാലത്ത് ഹോമിയോപ്പതി എന്ന ചികിത്സാ ശാസ്ത്രം വളരെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടേണ്ട ഒരു ശാസ്ത്രത്തെ പ്രയോജനപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ അങ്ങോട്ട് പാർശ്വവൽക്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ആ ഹോമിയോപ്പതിയുടെ പ്രസക്തി, അതിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം പൊതുജന മധ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതി ഡോക്ടേഴ്സും ഹോമിയോപ്പതിയുടെ ഗുണം മനസ്സിലാക്കിയിട്ടുള്ള ഹോമിയോപ്പതി സ്നേഹികളോടും കൂടെ ചേർന്ന് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. നമ്മൾ അന്ന് കോവിഡിൻ്റെ ആ കാലഘട്ടം മുതൽ നിരന്തരമായിട്ട് ഒരു ദിവസം പോലും വിടാതെ കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരമായിട്ട് ഈ സൂം മീറ്റിങ്ങുകളിലൂടെ 3 ഭാഷകളിലൂടെ 7:30 മുതൽ 8:30 വരെ ഹിന്ദിയിലും 8:30 മുതൽ 9:30 വരെ ഇംഗ്ലീഷിലും ഇന്റർനാഷണലി ആൻഡ് 9:30 മുതൽ 10:30 വരെ മലയാളത്തിലും കഴിഞ്ഞ 5 വർഷമായിട്ട് ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്ത ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്ത് ഹോമിയോപ്പതി പൊതുജനങ്ങളുടെ മധ്യത്തിൽ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു നിരന്തരമായ സംവിധാനം പ്രചരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 5 വർഷം തികഞ്ഞതിൻ്റെ ഒരു ആഘോഷം നമ്മൾ ഈ 28-ാം തീയതി, സെപ്റ്റംബർ 28-ാം തീയതി ഞായറാഴ്ച താജ് വിവാന്ത ഹോട്ടലിൽ വെച്ച് കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുന്ന ഒരു ചടങ്ങിൽ നമ്മൾ ആഘോഷിക്കുകയാണ് 1 ഡേ ഇതായിട്ട്. അതിൻ്റെ അകത്ത് ഹോമിയോപ്പതിയുടെ പ്രസിദ്ധമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഹോമിയോപ്പതി ക്യാൻസറിന് എങ്ങനെ പറ്റും, ഹോമിയോപ്പതി ഇൻ അഗ്രികൾച്ചർ, ഹോമിയോപ്പതി ഇൻ വെറ്റിനറി, ഹോമിയോപ്പതി ഇൻ ക്യാൻസർ മാനേജ്മെൻറ്റ് തുടങ്ങി ഹോമിയോപ്പതി ഇൻ ഡെന്റിസ്ട്രി, ഇങ്ങനെ ഹോമിയോപ്പതി സമഗ്രമായ മേഖലകളിലോട്ട് കടന്നു ചെന്ന് അവിടെ മനുഷ്യന് ഗുണം ചെയ്യാൻ പറ്റുന്ന സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അത് പ്രത്യേകമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ പ്രത്യേകിച്ച് 5 വർഷമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഒരു ദിവസം പോലും മുടക്കാതെ നടത്തിയെന്നുള്ളത് തന്നെ ചരിത്രപരമാണ്. അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് എക്സ്റ്റെൻഡിങ് ടു 70 കൺട്രീസ് അക്രോസ് ദ വേൾഡ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രചരിക്കപ്പെട്ടിട്ടുള്ള ഹോമിയോപ്പതി സംഘടനയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളികൾ കൂടി തുടങ്ങി നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്ന് ജർമ്മനിയിലാണ് ഹോമിയോപ്പതി ഉദിച്ചെങ്കിലും കേരളത്തിൻ്റെ മണ്ണിലാണ് ഹോമിയോപ്പതി ഏറ്റവും ഇന്ത്യയിലും വേരോടിയിട്ടുള്ളത്. ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും വേരോടിയിട്ടുള്ളത്. പക്ഷെ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മനുഷ്യന് നന്മ വരുന്ന എന്തിനേയും സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ അത് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ പല മൾട്ടിനാഷണൽ ഫാർമ ഫോഴ്സസിൻ്റെ ഒക്കെ സപ്രഷൻ കൊണ്ട് ഇതൊക്കെ ഒതുക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിന് വൻ സാധ്യതകൾ നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഇതുവരെ സഹായിച്ച ഗവൺമെൻറ് എല്ലാത്തിനും നമ്മൾ നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ നമ്മൾ ബോധ്യപ്പെട്ട നന്മ മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് ലോകം മൊത്തം പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് ആണ് നമ്മൾ ഈ കർമ്മം നിർവഹിക്കുന്നത്. അത് മലയാളികളായ പത്ര റിപ്പോർട്ടർമാർ അത് വളരെ പ്രാധാന്യത്തോടെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ നന്മയെ ബോധ്യപ്പെടുത്തണമെന്നും അതിൻ്റെ
പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രയോജനം നൽകണമെന്നും അങ്ങനെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് ഈ മഹത് ശാസ്ത്രത്തെ എത്തിക്കാനായിട്ട് നമുക്ക് കൂട്ടായൊരു ശ്രമം നടത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനിയും ബഹുദൂരം പോകേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ളവർ പലപ്പോഴും കോർപ്പറേറ്റിൻ്റെ ഉൽപാദകരും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമാണ്. അപ്പോൾ സത്യത്തെ തിരിച്ചറിയാനും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഭാഗത്ത് നിൽക്കാനുമുള്ള മനസ്ഥിതി ഈ ഹോമിയോ ഡോക്ടർമാർ മാത്രമല്ല, ഈ സമൂഹത്തിൽ നന്മ ആഗ്രഹിക്കുന്ന പത്ര റിപ്പോർട്ടർമാർ, സത്യം ജനത്തെ അറിയിക്കാൻ ബാധ്യതപ്പെട്ടവരുൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂട്ടായൊരു ടീം വർക്കായിട്ട് ശ്രമിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം. നിങ്ങളിത് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് വരുന്നതിന് വേണ്ട ആത്മാർത്ഥമായ ശ്രമങ്ങൾ, ജനങ്ങളുടെ അടുത്ത് എത്തുന്നതിന് വേണ്ട ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. ഇത് ഹോമിയോ ഡോക്ടർമാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഇതല്ല, മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട്, പൊതുസമൂഹത്തിന് നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമായിട്ട് കണ്ട് ഇതിനോട് സഹകരിക്കണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ നമ്മുടെ കൂടെയുള്ള രമാദേവി അമ്പാടി ഡോക്ടർ ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ തലമുറയെ കണ്ടുവരുന്ന ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ 2000-ൽ പരം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ മാതാപിതാക്കളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നമ്മുടെ അടുത്ത് പറവൂർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. പക്ഷെ വളരെ സൈലൻ്റ് ആയിട്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. സലീം കുമാർ ഡോക്ടർ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. വളരെ സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവരൊക്കെ പലപ്പോഴും മീഡിയയുടെ അതിപ്രസരവും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ട് സ്വയം മാർക്കറ്റിംഗ് നടത്താതെ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ലിമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു സാങ്കേതികത്വം ഉണ്ടെങ്കിലും ഒത്തിരി പോസിബിലിറ്റീസ് ഉള്ള വലിയ ഒരു സ്കോപ്പുള്ള ഫ്യൂച്ചറിസ്റ്റിക് മെഡിസിനാണ് ഹോമിയോപ്പതി എന്ന് മനസ്സിലാക്കി ഭൗതിക തലം വിട്ട് ജീവൻ നിലനിർത്തുന്ന ഊർജ്ജ തലത്തിലോട്ട് കടന്നു ചെന്ന് ചികിത്സിക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ക്യൂറേറ്റീവ് എഫക്റ്റ് വരുത്താനും സാധിക്കുന്ന വൻ പോസിബിലിറ്റി മറ്റൊരു ചികിത്സയ്ക്കും ഇല്ലാത്ത പോസിബിലിറ്റി ഉള്ളതാണ് ഹോമിയോപ്പതി. തിരിച്ചറിഞ്ഞ് അതിൻ്റെ ശാസ്ത്രീയതയൊക്കെ നമുക്ക് പറയാം, സംസാരിക്കാൻ നമ്മളെല്ലാം റെഡിയാണ്. ഇങ്ങനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നമ്മളോട് സഹകരിക്കണമെന്നും നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും ചോദിക്കാവുന്നതുമാണ്. അതിൻ്റെ മറുപടി തരാൻ നമ്മൾ സന്നദ്ധമാണ്. അപ്പോൾ ഇതിനോട് സഹകരിച്ച് നമ്മുടെ പരിപാടിയെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 1796 MBBS MD ഡോക്ടറായ ഒരു അലോപ്പതി ഡോക്ടറാണ് ഹോമിയോപ്പതി കണ്ടുപിടിച്ചത്. ആ അലോപ്പതി മരുന്നിൻ്റെ ആദ്യപറ്റും അതിൻ്റെ വരവില്ലായ്മയും എല്ലാം കണ്ടിട്ടാണ്, അതിൽ മനം മടുത്തിട്ടാണ് ഈ ഹോമിയോപ്പതി കണ്ടുപിടിച്ചത്. ഹോമിയോപ്പതി കണ്ടുപിടിച്ചത് ആദ്യം പ്രാക്ടീസേ വേണ്ടാന്ന് വിചാരിച്ച് അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് കൊള്ളൻസ് മെറ്റമെഡിക്ക എന്നുള്ളൊരു മെറ്റമെഡിക്ക ഉണ്ട്. ആ മെറ്റമെഡിക്കയിൽ ഒരു പ്രത്യേക പോയിന്റ് ഈ ഡോക്ടർക്ക് ഫീൽ ചെയ്തു. അതായത് സിങ്കോണ എന്നൊരു മരുന്ന് മലേറിയയ്ക്ക് നല്ല മെഡിസിനാണ്. അതിനങ്ങനെ മലേറിയയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കാരണം സിങ്കോണയ്ക്ക് മലേറിയ പോലുള്ള സിംറ്റംസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പോൾ ഡോക്ടർ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വേറെ ഏതെല്ലാം മെഡിസിൻസ് എടുത്താലും ഇങ്ങനെ ഇതുപോലെ പറ്റുമെങ്കിൽ ആ ഡിസീസ് എല്ലാം മാറ്റാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ഈ സിങ്കോണ സ്വയം പരീക്ഷിച്ചു നോക്കിയപ്പോൾ മലേറിയയുടെ സിംറ്റംസ് കണ്ട് ആ മെഡിസിൻ്റെ ഇഫക്റ്റ് കഴിഞ്ഞപ്പോൾ ആ സിംറ്റം മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് മലേറിയ വന്ന ഒരു പേഷ്യൻറ്റിന് ഈ സിങ്കോണ കൊടുത്തപ്പോൾ അതുപോലെ തന്നെ ഒരു ഡിസീസ് അവരുടെ ശരീരത്തിലുണ്ടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ മലേറിയ മാറി. അതായത് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരെണ്ണം വീക്കറായിട്ടുള്ള ഒരെണ്ണത്തിനെ നശിപ്പിക്കുന്നു. അതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. ഞങ്ങളുടെ മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ പനിക്ക് എന്നോട് ആരെങ്കിലും പനിക്ക് മരുന്ന് തരാമോ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തരാൻ പറ്റില്ല. കാരണം പനിക്ക് ഇപ്പോൾ പാരസെറ്റമോള് ഡോളോ അല്ലെങ്കിൽ പെപ്പാൻഡൊക്കെ കൊടുക്കുന്ന പോലെ പനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെഡിസിൻ ഇല്ല. പക്ഷെ പനി ഉണ്ടായ പേഷ്യൻറ്റിന് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ പനിക്ക് മെഡിസിൻ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ നാച്ചുറലി ചോദിക്കും, കൂടുതൽ പനിയുണ്ടോ അതോ കുറവാണോ, അതോ തേഴ്സ്റ്റ് ഉണ്ടോ, തേഴ്സ്റ്റ്ലെസ് ആണോ, ആപ്പിറ്റൈറ്റ് ഉണ്ടോ, വാട്ടർ ബോട്ടിൽ സ്ലീപ്പ്, അത് റെസ്റ്റ്ലെസ് ആണോ അതോ റെസ്റ്റ്ഫുൾ ആണോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ടേ ഞങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുള്ളൂ. 90 days പഴക്കമുള്ള ഒരു കുഞ്ഞിന് നമ്മൾ കോൺസ്റ്റിപ്പേഷന് മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ
അതേപോലെ അതേ മെഡിസിൻ ആയിരിക്കും 90 ഇയേഴ്സ് ഉള്ള ഒരാൾക്ക് പനിക്ക് ഞങ്ങൾ കൊടുക്കുക. കാരണം സിംറ്റം ഒന്നായിരിക്കും. ഈ 90 ഡേയ്സുള്ള ഈ കുട്ടി കോൺസ്റ്റിപ്പേഷൻ ആണ്, ലാസ്റ്റ് 9 days ആയിട്ട് ഈ കുട്ടി വയറ്റിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ഈ കുട്ടിക്ക് ഭയങ്കര പ്രൊഫൗണ്ട് സ്ലീപ്പ്, എപ്പോൾ നോക്കിയാലും കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഉണർത്താൻ തന്നെ ഭയങ്കര പാട്. അങ്ങനെ വരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഓപ്പിയം 200 മെഡിസിൻ കൊടുക്കും. അതേസമയത്ത് ഈ 90 years ഉള്ള മെയില് വയത് ഭയങ്കര പനിയാണ്. ഇതുപോലെ തന്നെ അങ്ങേരും ഒരു പ്രൊഫൗണ്ട് സ്ലീപ്പാണ്, അങ്ങേരെ ഉണർത്താനേ പറ്റണില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ അങ്ങേർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഓപ്പിയം 200 ആണ്. അപ്പോൾ ഇത്രയും കൂടി വലിയ ഒരു ഡിസീസ് ആ ശരീരത്തിലുണ്ടായി ഈ ചെറിയ ഡിസീസിനെ അതങ്ങ് ഓവർകം ചെയ്യും. വീക്കർ സ്ട്രോങ്ങർ കോൺക്വർ ദ വീക്കർ വൺ, അതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ മെഡിസിൻ കൊടുത്തത്. പിന്നെ പറഞ്ഞു 1796 അതായത് 200-250 കൊല്ലത്തിന് മുമ്പ് കണ്ടുപിടിച്ച ഹോമിയോപ്പതിയാണ്. വർഷങ്ങളായിട്ട് പഴക്കമുള്ളതാണ് ആയുർവേദവും അലോപ്പതിയും. ഇപ്പോൾ ഹോമിയോപ്പതി സെക്കൻഡ് ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഹോമിയോപ്പതിക്ക് ജനങ്ങൾ ഇപ്പോഴുള്ള ആൾക്കാർ തരുന്ന ആ ഒരു സ്വാഗതം അവർ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞ പോലെ എൻ്റെ പല അലോപ്പതി ഡോക്ടേഴ്സും ചോദിക്കാറുണ്ട് എന്താണ് നല്ല ഈ മധുരമുള്ള മരുന്നിൻ്റെ ഇഫക്റ്റ് എന്ന്. പക്ഷേ ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ രോഗിക്കാണ് മരുന്ന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പറയും, അതായത് കോവിഡ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഡെങ്കി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, എന്നിട്ട് ഞങ്ങൾക്ക് പ്രിവെൻറ്റീവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഡിസീസ് അല്ല ഞങ്ങൾ നോക്കുന്നത്, ഡിസീസ്ഡ് പേഴ്സണാണ്. ആ ഡിസീസിൻ്റെ സിംറ്റം നോക്കിയിട്ട് ആ സിംറ്റത്തിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ഞങ്ങൾക്കുണ്ട്. അത് കൊടുക്കുമ്പോൾ നാച്ചുറലി ആ അസുഖം മാറിക്കിട്ടും. അതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. പിന്നെ പ്രിൻസിപ്പിൾ അതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എല്ലാ സംഘടനയിൽപ്പെട്ടവരും നമ്മുടെ അടുത്തുള്ളൂ. ഞാൻ IHMA, IHK തുടങ്ങിയ 2 സംഘടനയിൽ ലൈഫ് മെമ്പറാണ്. ഇവരെല്ലാം ഓരോ ഇപ്പം ഇത് IHK എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ലേഡി വിങ്ങിൻ്റെ സംസ്ഥാന ആളാണ് സലിം ഡോക്ടർ. അതുപോലെ തന്നെ ഒരു സംഘടനയുടെ ഭാരവാഹിയായിരുന്ന ആളാണ്. അപ്പോൾ ഇത് ഈ കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാ സംഘടനയിൽപ്പെട്ടവരും മലയാളികളായി ചേർന്ന് രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ്. ഇതിന്റെ കോർ ഗ്രൂപ്പ് എല്ലാം മലയാളീസാണ്, ലീഡർഷിപ്പ് എല്ലാം മലയാളീസാണ്. നമ്മൾ എങ്ങനെ 100-200ഓളം പേര് ആ ഡോക്ടേഴ്സും ഹോമിയോപ്പതി ലവേഴ്സും ഉണ്ട്. ഹോമിയോപ്പതിയുടെ വെൽവിഷേഴ്സും വരുന്നുണ്ട്. സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ഹോമിയോപ്പതി ലവറാണ്. എഞ്ചിനീയർ സലാഹുദ്ദീൻ എന്ന് പറയും. പുള്ളി നമ്മുടെ നമ്മുടെ കേരളത്തിലെ വെറ്ററിനറി കോളേജിൽ ഹോമിയോപ്പതിക്ക് അഡീഷണൽ കോഴ്സ് ഉണ്ട്, വലിയ കോഴ്സ് നടക്കുന്നുണ്ട്. അത് പഠിച്ചിറങ്ങുന്ന നമ്മുടെ നാട്ടിൽ പഴയ പോലെ ആനയ്ക്ക് മറന്നിട്ടൊന്നുമില്ല. മറ്റു പല വ്യത്യാസങ്ങളുണ്ട്. കുളമ്പുരോഗമുള്ള പശു പിന്നെ വെട്ടാൻ കൊടുക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. പറമ്പ് തിരിച്ചറിയുന്നില്ല. അതുപോലെ ചെടികൾ അമൂല് തന്നെ ഹോമിയോ മെഡിസിൻ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അവരുടെ ആന്റിബയോട്ടിക് ഫ്രീ മെഡിസിൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിലെ കീടനാശിനി ഒഴിവാക്കാൻ പറ്റിയാൽ വളരെ പ്രയോജനമാണ്. അഗ്നോ ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു കീടനാശിനി ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഈവൻറ്റിന് പേരിട്ടിരിക്കുന്നത് ആർണിക്ക 200 എന്നാണ്. അത് നടക്കുന്ന ഹാളിന് പേരിട്ടിരിക്കുന്നത് ആർണിക്ക 200 അരീന എന്നാണ്. ആർണിക്ക 200 എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക് മെഡിസിനാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡിന് ശേഷം ബ്രെയിനിൽ ഹെമറേജ് ഒക്കെ വന്ന് ഒത്തിരി പേർക്ക് ഈ സ്ട്രോക്ക് വന്ന് മരണം സംഭവിക്കുന്നുണ്ട്. ആ സ്ട്രോക്ക് വന്ന് ഹെമറേജ് വന്ന വ്യക്തികളിൽ ഈ ആർണിക്ക 200 എന്ന് പറഞ്ഞ മരുന്നിൻ മിറാക്കുലസ് ആയിട്ട് ആ ക്ലോട്ടിനെ, ആ ബ്ലീഡിങ് വന്ന ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്ത് കളയാൻ പറ്റും. അത് ഉള്ളിൽ തന്നെ കൊടുക്കണമെന്നില്ല. ബോധം കെട്ട് കിടക്കുന്ന ഒരു രോഗിയുടെ ശരീരത്തിൻ്റെ
ഏതെങ്കിലും ഭാഗത്ത് പുരട്ടിക്കൊടുത്ത് നമ്മുടെ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ജീവശക്തി വഴിയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ആ ക്ലോട്ടിനെ നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ആർണിക്ക 200 എന്ന് പേരിടാൻ കാര്യം ആ ഒരു മരുന്നിനെ കുറിച്ചുള്ള അവബോധം മനുഷ്യ സമൂഹത്തിലോട്ട് എത്തിക്കാനാണ്. ആ ഒരു കാര്യം നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതാണ് ഈ പേര് ആർണിക്ക 200 നമ്മുടെ ഇവന്റിന് ഇടാനുള്ള കാരണം തന്നെ.